നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും കേരളത്തിലെ ഏറ്റവും വലിയ ജനകീയ ജനാധിപത്യ മണിക്കൂറിലേക്ക് സ്വാഗതം. പൊതുജനങ്ങളുമായി നേരിട്ട് ബന്ധപ്പെടുന്ന പ്രശ്നങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുകയാണ്. ഇനിയുള്ള ഒരു മണിക്കൂറിൽ നമ്മൾ ആരംഭിക്കുന്നു പൊതുജനം കഴുതയല്ല സാർ. പൊതുജനം കഴുതയല്ല സാർ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ജനകീയ വിഷയങ്ങൾ ഞങ്ങളെ അറിയിക്കാൻ അവസരമുണ്ട്. നാട്ടിൽ എന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടെങ്കിൽ അത് ഞങ്ങൾ അറിയിക്കേണ്ടതുണ്ടെങ്കിൽ ലാൻഡ് ഫോൺ നമ്പറിൽ വിളിച്ച് ആ വിഷയം ഞങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാം. 0484-28305010 എന്ന ഫോൺ നമ്പറിൽ വിളിച്ച് ആ വിഷയങ്ങൾ അറിയിക്കാം. ഏതെങ്കിലും ദൃശ്യങ്ങൾ അയച്ചു തരണമെന്നുണ്ടെങ്കിൽ അതിനും അവസരമുണ്ട്. വാട്സപ്പിൽ ദൃശ്യങ്ങൾ അയക്കാം. 6235968937 ഈ നമ്പറിൽ വാട്സപ്പ് വഴി ദൃശ്യങ്ങൾ ഞങ്ങൾക്ക് അയച്ചു നൽകാം. ഇന്ന് നമ്മൾ ആരംഭിക്കുന്നത് പാലക്കാട് പന്നിയങ്കരയിൽ നിന്നാണ്. അവിടെ പ്രദേശവാസികളിൽ നിന്ന് ടോൾ പിരിക്കുന്നത് സംബന്ധിച്ച് തിരുവനന്തപുരത്ത് ഇന്ന് ചർച്ച നടന്നിരുന്നു. ആ ചർച്ച പരാജയപ്പെട്ടിരിക്കുന്നു. പ്രദേശവാസികളിൽ നിന്ന് ടോൾ പിരിക്കും എന്നാണ് കമ്പനി അധികൃതർ ഇപ്പോൾ വ്യക്തമാക്കുന്നത്. ഇനിയൊരു തീരുമാനം ഉണ്ടാകുന്നതുവരെ തൽസ്ഥിതി തുടരുകയും ചെയ്യും. നിഖിൽ പ്രമേഷ് ഉണ്ട് പാലക്കാട് നിന്ന്. നിഖിൽ, ഇത് 6 പഞ്ചായത്തുകളിലെ ജനങ്ങളെ ബാധിക്കുന്ന ഒരു തീരുമാനമാണല്ലോ. ഒട്ടേറെ പ്രതിഷേധങ്ങൾ നമ്മൾ കണ്ടതാണ് പന്നിയങ്കര ടോൾ പ്ലാസയിൽ. പക്ഷേ പിന്മാറാൻ കമ്പനി അധികൃതർ തയ്യാറല്ല എന്ന് ഇന്നത്തെ ചർച്ചയിൽ അവർ വ്യക്തമാക്കുന്നുണ്ട്. എന്തൊക്കെയാണ് നിഖിൽ വിവരങ്ങൾ? ഉന്മേഷ്, ഈ 6 പഞ്ചായത്തുകളിലെ ആളുകൾ മുന്നോട്ട് വെക്കുന്ന ചില വാദങ്ങളുണ്ട്. അതായത് അവർക്ക് നിരന്തരം ഈ ഇരുഭാഗങ്ങളിലേക്കും യാത്ര ചെയ്യേണ്ടി വരുന്ന ആളുകളാണ്. അതായത് അത്യാവശ്യ കാര്യങ്ങൾക്കൊക്കെ വേണ്ടി ടോൾ കടന്ന് അവർക്ക് പോകേണ്ടി വരും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഓരോ തവണയും ടോൾ നൽകി പോവുക എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം പ്രായോഗികമായിട്ടുള്ളൊരു കാര്യമല്ല. അപ്പോൾ അതിന് ഒരു റെമഡി എന്നുള്ള നിലയ്ക്ക് ഈ ടോൾ കമ്പനി ഉടമകൾ പറഞ്ഞത് അവർക്ക് 300 രൂപയുടെ ഒരു പാസ് നൽകാമെന്നുള്ളതാണ്. പക്ഷേ ഇന്ന് നടന്ന ചർച്ചയിൽ, മന്ത്രിമാരുടെ അടക്കം സാന്നിധ്യത്തിൽ നടന്ന ചർച്ചയിൽ അതും സ്വീകാര്യമല്ല എന്നാണ് പറയുന്നത്. 4 മന്ത്രിമാരുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു ഈ ചർച്ചയിൽ. ഒപ്പം ടോൾ കമ്പനി പ്രതിനിധികൾ, അതോടൊപ്പം തന്നെ ജനകീയ വേദിയിലെ ആളുകൾ. 4 മന്ത്രിമാരെന്ന് പറയുമ്പോൾ മന്ത്രി കെ രാജൻ, ഡോക്ടർ ആർ ബിന്ദു, ജില്ലയിൽ നിന്നുള്ള 2 മന്ത്രിമാർ കെ കൃഷ്ണൻകുട്ടിയും അതോടൊപ്പം തന്നെ എം പി രാജേഷുമാണ് ചർച്ചയിൽ ഉണ്ടായിരുന്നത്. പി സുമോദ് അടക്കമുള്ള MLA മാരുണ്ടായിരുന്നു. അവരുടെ സാന്നിധ്യത്തിൽ നടന്ന ചർച്ചയിൽ ഈ പ്രദേശവാസികൾക്ക് ടോൾ ഏർപ്പാടാക്കുക അല്ലെങ്കിൽ അവരിൽ നിന്ന് ടോൾ ഈടാക്കുക എന്നുള്ള തീരുമാനം ഒരു നിലയ്ക്കും അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് അവർ പറയുന്നത്. കാരണം ഇത് നേരത്തെ തന്നെ ജനപ്രതിനിധികളുടെയും ജില്ലാ ഭരണകൂടത്തിൻ്റെയും ഒക്കെ സാന്നിധ്യത്തിൽ ചേർന്ന യോഗത്തിലാണ് അവരിൽ നിന്ന് ടോൾ പിരിക്കില്ല എന്നുള്ളൊരു തീരുമാനമെടുത്തത്. പൊടുന്നനെ കമ്പനി ഒരു തീരുമാനമെടുത്തത് നടപ്പാക്കാൻ അനുവദിക്കില്ല എന്നാണ് ജനപ്രതിനിധികൾ പറഞ്ഞത്. ഏകപക്ഷീയമായി അങ്ങനെ ടോൾ പിരിക്കാനുള്ള തീരുമാനവുമായി ടോൾ കമ്പനി മുന്നോട്ട് പോവുകയാണെങ്കിൽ ശക്തമായ പ്രതിഷേധങ്ങൾ കാണേണ്ടി വരുമെന്ന് ഈ യോഗത്തിൽ പി സുമോദ് MLA നിലപാടെടുക്കുകയുണ്ടായി. അവർ യോഗം ചേർന്നതിന് ശേഷം, നിയമസഭ കഴിഞ്ഞ ശേഷം വീണ്ടും ഒരു യോഗം ചേരാമെന്ന് അറിയിച്ചെങ്കിലും ആ യോഗം ഇപ്പോൾ നടന്നിട്ടില്ല. ആ യോഗം ഇനി നടക്കാൻ സാധ്യതയില്ല എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. കാരണം ഒരു നിലയ്ക്കുമുള്ള ഒത്തുതീർപ്പിനും ഈ ടോൾ കമ്പനി പ്രതിനിധികൾ തയ്യാറല്ല. അവർ പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇനി പ്രദേശവാസികളിൽ നിന്നുകൂടി ടോൾ പിരിക്കാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ അവരൊരു തീയതി തീരുമാനിക്കുകയും ആ തീയതി മുതൽ ഇനി ടോൾ പിരിക്കാനുമാണ് അവരുടെ തീരുമാനം. അങ്ങനെയെങ്കിൽ വളരെ ശക്തമായിട്ടുള്ള പ്രതിഷേധങ്ങൾക്ക് പന്നിയങ്കര സാക്ഷ്യം വഹിക്കുമെന്നാണ് ഇന്നിപ്പോൾ പി സുമോദ് തന്നെ പറയുന്നത്. ഒരുമിച്ച് ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് അവിടുത്തെ ജനകീയ കൂട്ടായ്മ ഈ ടോൾ കമ്പനി തീരുമാനത്തിനെതിരെ നിലപാടെടുക്കുമെന്നാണ് അദ്ദേഹം യോഗത്തിൽ പറഞ്ഞത്. എന്തായാലും ഇനി പന്നിയങ്കരയിൽ കാണാൻ പോകുന്നത് സമര കാഹളം തന്നെയായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വരും ദിവസങ്ങളിൽ അതിന്റെ പ്രതിഷേധ പ്രവർത്തനങ്ങൾ ഒരുമിച്ച് ആരംഭിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. ഉന്മേഷ്, ശരി നിഖിൽ. ഏതായാലും അത്തരത്തിൽ തീരുമാനം കമ്പനി അധികൃതർ എടുത്താൽ അത് വലിയ പ്രതിഷേധങ്ങൾക്ക് ഇടയാക്കും. നേരത്തെ സമര പരമ്പര നമ്മൾ കണ്ടതാണ് പന്നിയങ്കര ടോൾ പ്ലാസയിൽ. അത്തരത്തിൽ വീണ്ടും പ്രതിഷേധങ്ങൾ ഉണ്ടാകും എന്നാണ് കരുതുന്നത്, കമ്പനി അവരുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ. നമ്മൾ അടുത്ത ഒരു റിപ്പോർട്ടിലേക്ക് പോകുന്നു. പകർച്ചവ്യാധി വ്യാപനത്തിനൊപ്പം ഒരു ഇടവേളയ്ക്ക് ശേഷം കോളറ ബാധ കൂടി സ്ഥിരീകരിച്ചതോടെ ആശങ്കയിലാണ് സംസ്ഥാനത്തെ ആരോഗ്യമേഖല. കഴിഞ്ഞ 6 മാസത്തിനിടെ 9 പേർക്കാണ് കോളറ പിടിപെട്ടത്. രോഗവ്യാപനം തടയാൻ അടിയന്തര മുൻകരുതൽ എടുക്കണമെന്ന് ആരോഗ്യവകുപ്പ് മുന്നറിയിപ്പും നൽകുന്നുണ്ട്. സംസ്ഥാനത്തെ പകർച്ചവ്യാധി വ്യാപനത്തിൽ ആകെ അങ്കലാപ്പിലാണ് ആരോഗ്യവകുപ്പ്. അതിനിടയിലാണ് കോളറ കൂടി എത്തുന്നത്. നിലവിൽ ആശുപത്രികളിൽ സൗകര്യമുണ്ടെങ്കിലും പരിധി വിട്ടാൽ എല്ലാം പിടിവിടും. 2017 സംസ്ഥാനത്ത് അവസാനമായി കോളറ ബാധിച്ച് മരണം റിപ്പോർട്ട് ചെയ്യുന്നത്. നെയ്യാറ്റിൻകരയിലെ ഭിന്നശേഷി ഹോസ്റ്റലിലെ അന്തേവാസി അനു മരിച്ചതും സമാന ലക്ഷണങ്ങളോടെ. ഹോസ്റ്റലിലെ 10 വയസ്സുകാരന് രോഗം സ്ഥിരീകരിച്ചു. 12 പേർ ലക്ഷണങ്ങളോടെ ചികിത്സയിലുണ്ട്. കാരുണ്യ ഹോസ്റ്റലിലെ അന്തേവാസികൾക്ക് നിലവിൽ കോളറ പ്രതിരോധ മരുന്ന് നൽകിയിട്ടുണ്ട്.
ഹോസ്റ്റലിൽ നിന്നാണോ കുട്ടിക്ക് കോളറ ബാധിച്ചതെന്നും ഉദ്യോഗസ്ഥർ പരിശോധിക്കുന്നുണ്ട്. കേസുകൾ കൂടുകയാണെങ്കിൽ ഐരാണിമുട്ടത്ത് ഐസൊലേഷൻ കേന്ദ്രം തുറക്കാനും ആലോചനയുണ്ട്. 12 കേസുകളാണ് ആകെ വയറിളക്കമായിട്ട് ഇപ്പോൾ ഈ സമയം വരെ ഉള്ളത്. അതിൽ ഒരു കേസാണ് സ്ഥിരീകരിച്ചിട്ടുള്ളത്. മറ്റ് കേസുകൾ പരിശോധനയിലാണ്. മെഡിക്കൽ കോളേജിലാണ് എല്ലാവരും അഡ്മിറ്റ് ചെയ്തിട്ടുള്ളത്. മറ്റ് ഹോസ്പിറ്റലുകളിൽ പേഷ്യൻ്റ് ചെല്ലുന്നുണ്ട്. അവരെ മെഡിക്കൽ കോളേജിലോട്ട് വിടാനും അതല്ല ഐരാണിമുട്ടത്ത് ഐസൊലേഷൻ വാർഡ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങോട്ട് അഡ്മിറ്റ് ചെയ്യാനും പറഞ്ഞിട്ടുണ്ട്. കോളറ മാത്രമല്ല, ഡെങ്കി എലിപ്പനി കേസുകളും സംസ്ഥാനത്ത് കൂടുകയാണ്. ഏറ്റവും കൂടുതൽ ഡെങ്കി എറണാകുളത്താണ്. സംസ്ഥാനത്തെ ഡെങ്കി ബാധിതരിൽ 54% എറണാകുളത്ത്. ശനിയാഴ്ച മാത്രം സ്ഥിരീകരിച്ചത് 86 പേർക്ക്. കളമശ്ശേരി നഗരസഭാ പരിധിയിലാണ് കൂടുതൽ. ജില്ലയിലെ 22 മേഖലകളിൽ ഡെങ്കിപ്പനി വ്യാപനമുണ്ട്. ജില്ലയിൽ 2 പേർക്ക് എലിപ്പനിയും സ്ഥിരീകരിച്ചിട്ടുണ്ട്. പകർച്ചവ്യാധി നേരിടാൻ ആരോഗ്യവകുപ്പ് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കേരളത്തിൽ നിന്ന് കോളറ തുടച്ചു നീക്കപ്പെട്ടെന്ന അവകാശവാദമുണ്ടായിരുന്നെങ്കിലും 2009 മുതൽ അങ്ങിങ്ങായി കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വ്യക്തി ശുചിത്വവും പരിസര ശുചിത്വവുമാണ് കോളറയെ അകറ്റി നിർത്താൻ ഏറ്റവും ഫലപ്രദമായ മാർഗം. ലക്ഷണങ്ങൾ കണ്ടാൽ സ്വയം ചികിത്സയ്ക്ക് നിൽക്കാതെ അടുത്തുള്ള ആശുപത്രിയിൽ പോവുക. ഇതിലൂടെ മരണവും തടയാനാകും. തിരുവനന്തപുരത്ത് നിന്നും അജീഷ് ജയകുമാർ, 24. ഇതിനിടയിൽ ഒരു പ്രതികരണം വരുന്നത് നാട്ടുകാർക്ക് പെൻഷൻ കൊടുക്കാൻ നോക്കൂ എന്നുള്ളതാണ്. അത് സർക്കാരിനോടുള്ള പ്രമോദ് ക്രിസ്റ്റിന്റെ അഭ്യർത്ഥനയാണ്. ഷാനു വിനീത് നാരായണൻകുട്ടിയും ഹായ് പറയുന്നുണ്ട്. രണ്ടുപേർക്കും നമ്മുടെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം പറയുകയാണ്. നമ്മുടെ അടുത്ത റിപ്പോർട്ടിലേക്ക് കടക്കുന്നു. കാസർഗോഡ് പടന്നക്കാട് കാർഷിക കോളേജിലെ ഒരു പ്രതിഷേധ വാർത്തയിലേക്കാണ് ഇനി. കോളേജിൽ ആവശ്യത്തിന് അധ്യാപകർ ഇല്ലാത്തതിൽ പ്രതിഷേധവുമായി രംഗത്തെത്തിയത് രക്ഷിതാക്കളാണ്. പ്രശ്നം പരിഹരിക്കാൻ സർവകലാശാലയും സംസ്ഥാന സർക്കാരും തയ്യാറാകുന്നില്ല എന്ന ആക്ഷേപമാണിപ്പോൾ ഉയരുന്നത്. കോളേജ് ക്യാമ്പസുകളിൽ അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും സമരങ്ങളൊക്കെ നമ്മൾ കാണാറുണ്ട്. എന്നാൽ പടന്നക്കാട് കാർഷിക കോളേജിലെ രക്ഷിതാക്കളുടെ സമരം സർക്കാരിന്റെ പിടിപ്പുകേട് കൊണ്ട് മാത്രമാണ്. കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള പടന്നക്കാട് കാർഷിക കോളേജിൽ പകരക്കാരെ നിയമിക്കാതെ സ്ഥലം മാറ്റി നൽകിയതോടെ സ്ഥിരം അധ്യാപകരില്ലാത്ത പഠന വകുപ്പുകളുടെ എണ്ണം 4ആയി. ആകെ 61 അധ്യാപക തസ്തികകളുള്ളതിൽ 34 തസ്തിക ഒഴിഞ്ഞുകിടക്കുകയാണ്. കോളേജിലെ 6 ഡിപ്പാർട്ട്മെന്റുകളിൽ വകുപ്പ് തലവന്മാരില്ല. 5 പേർ PhD കോഴ്സ് ചെയ്യാൻ അവധിയിലാണ്. ഈ സമരം ചെയ്യുമ്പോൾ നമ്മുടെ കുട്ടികളുടെ ക്ലാസ്സുകളാണ് നഷ്ടപ്പെടുന്നത്. മറ്റുള്ള പാരലൽ കോളേജോ സ്കൂളുകളോ പോലെയല്ല ഈ പ്രൊഫഷണൽ കോളേജ്. കുട്ടികളെ ഓരോ ദിവസത്തിനും ഓരോ മണിക്കൂറിനും വാല്യൂ ഉള്ള സംഭവമാണ്. അതുകൊണ്ട് കുട്ടികളെ ഞങ്ങൾ സമരത്തിലേക്ക് ഇറക്കണ്ട, ഇതിന് രക്ഷിതാക്കളിൽ നിന്ന് ഏറ്റെടുക്കാം എന്നുള്ളത് കൊണ്ടാണ് രക്ഷിതാക്കളുടെ സമരരംഗത്ത് എത്തിച്ചേർന്നിട്ടുള്ളത്. കോളേജിലെ അധ്യാപകക്ഷാമം നേരത്തെ PTA മുഖ്യമന്ത്രിയുടെയും കൃഷിവകുപ്പ് മന്ത്രിയുടെയും ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. 2 അധ്യാപകരെ നിയമിക്കാൻ മുഖ്യമന്ത്രി ഉത്തരവിട്ടിരുന്നെങ്കിലും കൃഷിവകുപ്പിൽ നിന്ന് യാതൊരു മറുപടിയും ലഭിച്ചില്ല. എല്ലാ വർഷവും ഒരു സമരം വീതം വിദ്യാർത്ഥികൾ ചെയ്യേണ്ട ഒരു അവസ്ഥയാണ് വന്നിരിക്കുന്നത്. കഴിഞ്ഞ വർഷം ഇതേപോലെ ഒരു ട്രാൻസ്ഫർ വരികയും അതിൽ അധ്യാപകർ പോവുകയും ചെയ്തു. അതിൽ നമ്മൾ ഇവിടുത്തെ വിദ്യാർത്ഥികൾ നേരെ തൃശ്ശൂർ ചെന്ന് സമരം ചെയ്ത് ജനറൽ കൗൺസിലിൽ മീറ്റിംഗ്, ഞാൻ ജനറൽ കൗൺസിൽ അംഗമാണ്, ജനറൽ കൗൺസിൽ മീറ്റിംഗ് കൂടെ വെച്ച് അങ്ങനെ ഒരു ദിവസത്തെ സമരം ചെയ്തിട്ടാണ് അന്ന് 4 അധ്യാപകരെ നമുക്ക് വിട്ടുകിട്ടിയത്. 2023 സെപ്റ്റംബറിൽ സ്ഥിരം അധ്യാപകരെ നിയമിക്കാത്തതിനെതിരെ കോളേജ് അധ്യാപക രക്ഷകർതൃ സമിതി ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. എന്നാൽ കാർഷിക സർവകലാശാല ഇതിന് മറുപടി നൽകിയിരുന്നില്ല. സ്റ്റാഫ് പാറ്റേൺ പരിഷ്കരിച്ച് ഉടൻ നിയമനങ്ങൾ നടത്തിയില്ലെങ്കിൽ സർവകലാശാലയ്ക്ക് മുന്നിൽ സമരം നടത്താനാണ് വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും തീരുമാനം. പടന്നക്കാട് കാർഷിക കോളേജിന്റെ കാര്യത്തിൽ അധ്യാപക സംഘടനകളുടെ സമ്മർദ്ദം സർക്കാരിനെ തന്നെ പ്രതിരോധത്തിലാക്കുകയാണ്. അക്കാദമിക് രംഗത്ത് ഒരു നാടിനെ തന്നെ ഉയർച്ചയിലെത്തിക്കേണ്ടവർ ഒരു ജില്ലയെ പിന്നോക്കമെന്ന് വിധിയെഴുതി മാറ്റി നിർത്തുന്നുവെന്നാണ് ആരോപണം. അരുൺ പാറക്കൽ, 24, കാസർഗോഡ്. പൊതുജനം കഴുതയല്ല സാർ. ഒട്ടേറെ കുട്ടികളുടെ ഭാവിയെ കരുതിയെങ്കിലും അവിടെ അധ്യാപകരെ നിയമിക്കാനുള്ള ഇടപെടൽ ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പ്രതികരണങ്ങളിലേക്ക്. നിലവിൽ കേരള കാർഷിക സർവകലാശാലയിൽ ഒരു ട്രാൻസ്ഫർ നോംസ് ഇല്ല. അതുകൊണ്ട് തന്നെ അസിസ്റ്റന്റ് പ്രൊഫസർമാരായി പുതുതായി റിക്രൂട്ട് ചെയ്യുമ്പം ഇവിടത്തേക്കൊരു റിക്രൂട്ടിംഗ് സെൻറ്റർ എന്ന നിലയിൽ ഈ കേന്ദ്രത്തിലേക്ക് അധ്യാപകർ വരികയും പിന്നീട് അവർ പ്രൊമോഷൻ കിട്ടുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട സൗകര്യങ്ങളുള്ള വെള്ളാനിക്കര അതുപോലെ വെള്ളായണി പോലെയുള്ള കേന്ദ്രങ്ങളിലേക്ക് സ്ഥലമാറ്റം വാങ്ങി പോവുകയും ചെയ്യുകയാണ്. സീരിയസ് ആയിട്ട് എടുക്കേണ്ട കോഴ്സിന്
ഇത്രയും വെറും LKG UKGയിലൊക്കെ പഠിപ്പിക്കുന്ന രീതിയിൽ ലാഘവത്തോടെ ഇങ്ങനെ അധ്യാപകർ മാറി മാറി വരുന്നതും ആവശ്യത്തിന് അധ്യാപകരില്ലാത്തതും നമ്മളെ സംബന്ധിച്ച് വലിയൊരു വിഷമഘട്ടത്തിലാണ്. ഇപ്രാവശ്യം വന്ന ഒരു ജനറൽ ട്രാൻസ്ഫറിൽ 4 പേരെ ഇവിടെ നിന്ന് മാറ്റുകയും പകരം നമുക്ക് ഒരാളെ മാത്രമേ തന്നിട്ടുള്ളൂ. നിലവിലെ അവസ്ഥ അനുസരിച്ച് നമുക്ക് മേധാവികളില്ലാത്ത ഡിപ്പാർട്ട്മെൻറ്റ് വരെയുണ്ട്. ഓരോ വിഭാഗത്തിലെയും മേധാവികളാണ് ഞങ്ങൾക്ക് ഇവിടുന്ന് പോയിട്ടുള്ളത്. അപ്പോൾ അവർ പോകുന്ന സ്ഥിതിക്ക് PG PhD ക്ലാസ്സുകാർക്ക് ക്ലാസ് എടുക്കാൻ അധ്യാപകരില്ല. അതൊക്കെ വലിയൊരു പ്രശ്നമായിട്ടാണ് വരുന്നത്. കാരണം പെർമനൻറ്റ് അധ്യാപകരില്ല, പകരം ഞങ്ങൾക്ക് താത്കാലികമായാണ് അധ്യാപകരെ കിട്ടുന്നത്. കഴിഞ്ഞ ആഗസ്റ്റിൽ ഞങ്ങളൊരു സമരം നടത്തിയിട്ടുണ്ടായിരുന്നു യൂണിവേഴ്സിറ്റി, അവിടെ പോയിട്ടാണ് സമരം നടത്തിയത്. അപ്പോൾ അതിൻ്റെ റിസൾട്ടിൻ്റെ ഫലമായിട്ടാണ് ഞങ്ങൾക്കിവിടെ താൽക്കാലികമായി അധ്യാപകരെ തന്നത്. അപ്പോൾ അവരിനി പോവുകയാണെങ്കിൽ ഇപ്പം ഞങ്ങളുടെ വിദ്യാർത്ഥികൾ പിന്നീട് സമരത്തിലേക്ക് ഇറങ്ങുക എന്ന സ്ഥിതിയിലേക്ക് പോകും. അപ്പോൾ ഒട്ടേറെ കുട്ടികൾ അവരുടെ ആശങ്ക പങ്കുവെക്കുന്നുണ്ട്. അധികൃതർ ഈ വിഷയത്തിൽ അടിയന്തരമായി ഇടപെടുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ ഒരു വാർത്ത മനീഷ് മഹിബാൽ ആലപ്പുഴയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. യുവാവിനെ കായലിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. പള്ളിപ്പുറം ഇത്തിത്തറ വീട്ടിൽ അഖിൽ ശിവദാസനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കായലോരത്തെ വീടിനോട് ചേർന്നാണ് മൃതദേഹം കണ്ടെത്തിയത് എന്നാണ് ഇപ്പോൾ വരുന്ന വാർത്ത. പത്തനംതിട്ട തിരുവല്ല സത്യം മിനിസ്ട്രീസിൽ സാമൂഹ്യനീതി വകുപ്പിന് അനുമതിയില്ലാതെ കുട്ടികളെ കൊണ്ടുവന്നുവെന്ന് കണ്ടെത്തൽ. മണിപ്പൂരിൽ നിന്നാണ് കുട്ടികളെ എത്തിച്ചത് എന്നാണ് വിവരം. ശ്രീജിത്ത് ശ്രീകുമാരൻ പത്തനംതിട്ടയിൽ നിന്ന് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. ശ്രീജിത്ത്, ചട്ടമൊന്നും പാലിച്ചില്ലെന്നാണോ ശ്രീജിത്ത്? തുടക്കത്തിൽ തന്നെ ഈ കുട്ടികളെ കൊണ്ടുവന്നപ്പോൾ തന്നെ രഹസ്യാന്വേഷണ വിഭാഗം പോലീസിൽ ഒരു റിപ്പോർട്ട് നൽകിയിരുന്നു. ചട്ടങ്ങൾ പാലിച്ചിട്ടില്ല, കൃത്യമായ രീതിയിൽ കുട്ടികളുടെ വിവരങ്ങൾ സാമൂഹ്യനീതി വകുപ്പിന് നൽകിയിട്ടില്ല എന്ന് കാണിച്ച് ഒരു രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ റിപ്പോർട്ട് നിലനിന്നിരുന്നു. എന്നാലും ഇക്കാര്യത്തെക്കുറിച്ച് വിശദമായ രീതിയിലുള്ള പരാതി ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്കും ജുവനൈൽ ജസ്റ്റിസ് ബോർഡിനും ലഭിച്ചിരുന്നു. അങ്ങനെയാണ് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയും ജുവനൈൽ ജസ്റ്റിസ് ബോർഡും കഴിഞ്ഞ ദിവസം സത്യം മിനിസ്ട്രീസിൽ ഒരു പരിശോധന നടത്തിയത്. അപ്പോൾ കുട്ടികളുടെ ഭാഗത്തു നിന്നടക്കം നിരവധി പരാതികൾ ഉയർന്നു വന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതാണ്ട് 53ഓളം കുട്ടികൾ മണിപ്പൂരിൽ നിന്നുള്ള കുട്ടികളാണ്. അതിൽ 4ാം ക്ലാസ് മുതൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുണ്ട്. ഇവർ തിരുവല്ലയിലെ സ്കൂളിലാണ് പഠിക്കുന്നത്. എന്തായാലും ഇപ്പോൾ ശക്തമായ നടപടിയിലേക്ക് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി കടന്നിരിക്കുന്നു. ആദ്യഘട്ടത്തിൽ സത്യം മിനിസ്ട്രീസിന്റെ അധികൃതർ ഈ കുട്ടികളെ വിട്ടു നൽകാൻ തയ്യാറല്ല എന്നറിയിച്ചിരുന്നു. പക്ഷേ പിന്നീട് പോലീസുമായി എത്തി ഇപ്പോൾ കുട്ടികളെ കൊല്ലത്തേക്ക്, ആൺകുട്ടികളെ കൊല്ലത്തേക്കും പെൺകുട്ടികളെ തൊട്ടടുത്ത നിക്കോൾസൺ എന്ന സ്കൂളിലേക്കും മാറ്റാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഭാവി നടപടികൾ പിന്നീട് തീരുമാനിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. സത്യം മിനിസ്ട്രീസിനെതിരെ എന്തെങ്കിലും തരത്തിലുള്ള നിയമ നടപടി വേണോ എന്ന കാര്യത്തെക്കുറിച്ചും കൃത്യമായ രീതിയിലുള്ള വിവരം അല്പസമയത്തിനകം തന്നെ നമുക്ക് ലഭ്യമാകും. ശരി, ശ്രീജിത്ത് ശ്രീകുമാറിനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. നമ്മൾ നേരത്തെ പടന്നക്കാട് കോളേജിലെ വാർത്ത നൽകിയിരുന്നു. സ്കോർ ഫോർ ജോബ് എന്ന അക്കൗണ്ടിൽ നിന്ന് ഒരു പ്രതികരണം വരുന്നുണ്ട്. തിരുവനന്തപുരം ഗവൺമെന്റ് ആർട്സ് കോളേജിലും പല കോഴ്സുകൾക്കും അധ്യാപകരില്ല, അതും ഇതോടൊപ്പം കണക്കിലെടുക്കണമെന്നാണ് പറയുന്നത്. ദീപു രാജ് കരിപ്പാലം പറയുന്നത് പട്ടികവർഗ പട്ടികജാതി കോളനി എന്ന് മുദ്ര കുത്തുകയാണ് ഇപ്പോഴും. അങ്ങനെ പാടില്ല എന്ന് സംസ്ഥാന സർക്കാർ ഉത്തരവ് ഇറക്കിയിരുന്നു. പക്ഷേ ഇപ്പോഴും ചില ന്യൂസുകളിലൊക്കെ അങ്ങനെ വരുന്നുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്ന വിമർശനം. അത് അങ്ങനെ വരുന്നുണ്ടെങ്കിൽ അങ്ങനെ വരാൻ പാടില്ലാത്തതാണ്, അത് ഒഴിവാക്കേണ്ടതുമാണ് എന്നാണ് അതുമായി ബന്ധപ്പെട്ട മറുപടി. നൌഷാദ് പുന്നത്തല പറയുന്നുണ്ട്, മഞ്ചേരി മെഡിക്കൽ കാർഡിയോളജി പ്രവർത്തനം നിർത്താനുള്ള നീക്കം സാധാരണ ജനങ്ങളെ ബാധിക്കും. മഞ്ചേരി മെഡിക്കൽ കോളേജിനോടുള്ള സർക്കാരിൻ്റെ വിവേചനം അവസാനിപ്പിക്കണമെന്നാണ് അദ്ദേഹം ഇപ്പോൾ ആവശ്യപ്പെടുന്നത്. ഇനി നമ്മൾ പോകുന്നത് എറണാകുളം തൃക്കാക്കരയിലെ ഒരു ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തെ പറ്റിയുള്ള സ്റ്റോറിയിലേക്കാണ്. അപകടം പതിയിരിക്കുന്ന ഒരു ബസ് സ്റ്റോപ്പ്. തകർന്നു വീഴാറായ ബസ് കാത്തിരിപ്പ് കേന്ദ്രം പുതുക്കി പണിയാൻ അനുമതി കിട്ടിയെങ്കിലും ഇതുവരെ നഗരസഭ അധികൃതർ കണ്ണു തുറന്നിട്ടില്ല. ചോർന്നൊലിക്കുന്ന മേൽക്കൂര, തകർന്ന ഇരിപ്പിടങ്ങൾ. സംസ്ഥാനത്തെ സമ്പന്നമായ നഗരസഭയിലെ ഒരു ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന്റെ സ്ഥിതിയാണിത്. കലക്ട്രേറ്റ്, ജില്ലാ പഞ്ചായത്ത്, പിന്നെ നഗരസഭ, ഇതെല്ലാം തൊട്ടടുത്ത്. സ്കൂൾ കുട്ടികളടക്കം ഒരു ദിവസം ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തെ ആശ്രയിച്ചെത്തുന്നത് അനവധി പേർ. പെരുമഴയത്ത് കുടചൂടി യാത്രക്കാർ ബസ് സ്റ്റോപ്പിൽ നിൽക്കേണ്ട അവസ്ഥ. മഴ കൊള്ളാതെ ഒഴിഞ്ഞുമാറാമെന്ന് വെച്ചാൽ രക്ഷയില്ല. ഇരിക്കാനാണെങ്കിൽ ഇരിപ്പിടങ്ങൾ പൂർണ്ണമായും നശിച്ചു. മഴ വന്നാൽ രക്ഷയില്ല. മഴ വന്നാൽ ഒരു പണി നടക്കൂല, കയ്യിൽ കുട വേണം. ഇവിടെ MLA-മാരുണ്ട്, MP ഉണ്ട്, കൗൺസിലർമാരുണ്ട്, ആരും അത് തിരിഞ്ഞു നോക്കുന്നില്ല. പറയുമ്പോൾ ഞങ്ങൾ ശരിയാക്കി തരാമെന്ന് പറയല. ഇരിപ്പിടമില്ല, വെളിച്ചമില്ല, ഒരു സംവിധാനങ്ങളുമില്ല. ആകെ ഇവിടെ ഒരു ടോയ്ലറ്റ് മാത്രമേ ഉള്ളൂ, അതും പൈസ കൊടുത്തു വേണം യൂസ് ചെയ്യാൻ. 16 വർഷങ്ങൾക്ക് മുൻപ് തൃക്കാക്കര നഗരസഭ ഗ്രാമപഞ്ചായത്തായിരുന്നപ്പോൾ പണിത ബസ് കാത്തിരിപ്പ് കേന്ദ്രമാണിത്. കാക്കനാട് IT നഗരമായി വളർന്നു. ഗ്രാമപഞ്ചായത്ത് നഗരസഭയായി ഉയർന്നെങ്കിലും മാറ്റമില്ലാതെ തുടരുകയാണ് ഈ തുരുമ്പെടുത്ത ബസ് കാത്തിരിപ്പ് കേന്ദ്രം. പ്രതിമാസം ലക്ഷങ്ങൾ വരുമാനമുള്ള നഗരസഭയിലാണ് ബസ് കാത്തിരിപ്പ് കേന്ദ്രം നാണക്കേടായി നിലകൊള്ളുന്നത്. യാത്രക്കാരുടെ പരാതിയും പ്രതിഷേധവും ഉയർന്നതോടെ
1 വർഷം മുൻപ് ബസ് കാത്തിരിപ്പ് കേന്ദ്രം നവീകരിക്കാനായി അനുമതി ലഭിച്ചു. ഇന്നത്തെ സ്ഥിതി കണ്ടാൽ അപകടത്തിനു വേണ്ടി കാത്തിരിക്കുന്നതാണോ എന്ന് സംശയിച്ചു പോകും. തൃക്കാക്കര നഗരസഭ കൗൺസിലിൽ ഈ ബസ് സ്റ്റോപ്പ് പുതുക്കിപ്പണിതുമായി ബന്ധപ്പെട്ട് തീരുമാനം എടുത്തു കൊടുത്തിട്ട് ഇപ്പോൾ 1 വർഷക്കാലമാകാൻ പോകുന്നു. പക്ഷേ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് നാളെ ഇതുവരെയും മറ്റൊരു പേപ്പർ നീക്കാനായിട്ട് തൃക്കാക്കര നഗരസഭയ്ക്ക് ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടില്ല. കാരണം ഇവിടെ IT മേഖലകളും അതുപോലെ തന്നെ കളക്ട്രേറ്റും ഒക്കെ ഉൾപ്പെടുന്ന ഈ സ്ഥലത്തെ ബസ് സ്റ്റോപ്പാണിത്. അതിൻ്റെ ഇത്രയും മോശമായ രീതിയിൽ കിടക്കാൻ തുടങ്ങിയിട്ട് തന്നെ വർഷങ്ങളായി. തൊട്ടപ്പുറത്ത് ഒരു AC ബസ് സ്റ്റോപ്പ് ഉണ്ടെങ്കിലും യാത്രക്കാർ ആശ്രയിക്കുന്നത് തകർന്നു വീഴാറായ ഈ കാത്തിരിപ്പ് കേന്ദ്രത്തെയാണ്. നഗരസഭയുടെ കയ്യെത്തും ദൂരത്തുള്ള ഈ അത്യാധുനിക ബസ് ഷെൽട്ടർ ശാപമോക്ഷത്തിന് വേണ്ടി കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് നാളുകൾ ഏറെയായി. കൊച്ചിയിൽ നിന്ന് ക്യാമറാമാൻ റിജോയ്ക്കൊപ്പം നിതിൻ അംബുജൻ, 24. പൊതുജനം കഴുതയല്ല. പ്രധാനമന്ത്രി ഇപ്പോൾ മോസ്കോയിലാണ് ഉള്ളത്. അദ്ദേഹം വ്ളാദിമിർ പുടിനുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇപ്പോൾ സംസാരിക്കുകയാണ്. തത്സമയ സംപ്രേഷണത്തിലേക്ക്. आपका, रूसी सरकार का और रूस के लोगों का बहुत बहुत आभार व्यक्त करता हूं. स्पासिबा. Дамы и господа, церемония завершена. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും വ്ളാദിമിർ പുടിനും കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അതിനുശേഷം അദ്ദേഹം ഇപ്പോൾ സംയുക്ത പ്രസ്താവനയുടെ ഭാഗമായി സംസാരിക്കുകയായിരുന്നു. മോസ്കോയിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉള്ളത്. ഊർജ്ജ മേഖലയിലടക്കം നിർണായകമായ കരാറുകളിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളൊക്കെ നടന്നുവെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരത്തെ യുക്രൈൻ റഷ്യ യുദ്ധവുമായി ബന്ധപ്പെട്ട് സമാധാനമാണ് ഏക പോംവഴി, സമാധാനത്തിന്റെ പാതയിലേക്ക് പോകണമെന്ന തരത്തിലൊക്കെ പ്രധാനമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഈ ചർച്ചയ്ക്കിടെ നിലപാടുണ്ടായതായി അന്താരാഷ്ട്ര മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിനുശേഷമാണ് ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംയുക്ത പ്രസ്താവനയുടെ ഭാഗമായി സംസാരിച്ചത്. അടുത്ത വാർത്തയിലേക്ക്. PSC അംഗത്വം വാഗ്ദാനം ചെയ്ത് കോഴ വാങ്ങി എന്ന ആരോപണത്തിൽ ജില്ലാ നേതൃത്വത്തോട് CPM സംസ്ഥാന നേതൃത്വം വിശദീകരണം തേടി. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായ മന്ത്രി തന്നെ പരാതി നൽകിയിട്ടും കോഴിക്കോട് ജില്ലാ നേതൃത്വം ഗൗരവത്തോടെ എടുത്തില്ല. ഇത് ഗുരുതര വീഴ്ച എന്നാണ് സംസ്ഥാന നേതൃത്വത്തിന്റെ നിഗമനം. അജീഷ് ജയകുമാർ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി. അജീഷ്, ജില്ലാ നേതൃത്വത്തോട് വിശദീകരണം തേടിയിരിക്കുകയാണല്ലോ ഇപ്പോൾ CPIM. എന്തൊക്കെയാണ് വിവരങ്ങൾ അജീഷ്? ഉന്മേഷ്, ഈ പാർട്ടിക്കും സർക്കാരിനും വീണ്ടും നാണക്കേടായ ഒരു പുതിയ കോഴ ആരോപണം കൂടി ഉയർന്ന സാഹചര്യത്തിലാണ് വീണ്ടും ജില്ലാ നേതൃത്വത്തിന്റെ തലയിൽ കെട്ടിവെച്ച്, അതായത് അത് ഈ കേസിൽ നിന്ന് ഒഴിഞ്ഞു മാറാനുള്ള ഒരു CPMന്റെ ശ്രമം നടക്കുന്നത്. ഇപ്പോൾ CPMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം കൂടിയായ മന്ത്രി മുഹമ്മദ് റിയാസിന്റെ പരാതിയിൽ നേരത്തെ 4 കമ്മീഷനെ അന്വേഷണത്തിനായി നിയോഗിച്ചിരുന്നു. ഇവർ പരാതിക്കാരുടെ മൊഴിയടക്കം രേഖപ്പെടുത്തിയിരുന്നു. ഇതിനെ തുടർന്നാണ് ഇപ്പോൾ സംസ്ഥാന കമ്മിറ്റി ഇപ്പോൾ കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയോട് വിശദീകരണം തേടിയിട്ടുള്ളത്. അതായത് ഇത് സംബന്ധിച്ച് ഈ കോഴ ആരോപണവുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ പരാതി നൽകിയിട്ടും ഇതിൽ ജില്ലാ കമ്മിറ്റി വേണ്ട ഗൗരവത്തിൽ എടുത്തില്ല. ജില്ലാ കേന്ദ്രീകരിച്ച് കോക്കസ് പ്രവർത്തിക്കുന്നു എന്ന ആരോപണത്തിലും ജില്ലാ കമ്മിറ്റി മൗനം പാലിച്ചു. ഇത് ഗുരുതര വീഴ്ചയാണ്. ഉയർന്ന ആരോപണം ഉണ്ടായിട്ടും ഗൗരവമുള്ളതായിട്ടും ജില്ലാ ഘടകം മുഖവിലക്കെടുത്തില്ല. സംസ്ഥാന നേതൃത്വമാണ് ഇതിനെ തുടർന്ന് വിശദീകരണം തേടിയിട്ടുള്ളത്. നേരത്തെ ഈ പ്രമോദ് കോട്ടവള്ളിക്കെതിരെ ആരോപണം ഉയർന്ന ഒരു പശ്ചാത്തലത്തിൽ തന്നെ മന്ത്രി മുഹമ്മദ് റിയാസ് സംസ്ഥാന സെക്രട്ടേറിയറ്റിന് പരാതി നൽകി ഇതിന്റെ വിശദാംശങ്ങൾ പുറത്തു വന്നിരുന്നു. ഇതിനെ തുടർന്നാണ് ഈ പ്രതിപക്ഷം പക്ഷേ റിയാസിനെതിരെ ആരോപണം ഉന്നയിക്കുമ്പോഴും സംസ്ഥാന സെക്രട്ടറി, മുഖ്യമന്ത്രി അടക്കമുള്ളവർ മന്ത്രിയെ ന്യായീകരിച്ചുകൊണ്ടുള്ള രംഗത്തെത്തിയിരുന്നു. പക്ഷേ ഇപ്പോൾ വീണ്ടും ഈ ജില്ലാ കമ്മിറ്റിയെ വെട്ടിലാക്കുന്ന ഒരു സമീപനമാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത്. എന്തായാലും വിശദീകരണം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ശരി, അജീഷ് ജയകുമാറാണ് അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ നൽകിയത്. ഇതിൽ ഒരു കാര്യം സുലൈമാൻ അബ്ദുൽ ഖാദർ ചോദിക്കുന്നുണ്ടായിരുന്നു. റേഷൻ കടക്കാരുടെ സമരം എന്തായി നാളെ തുറക്കുമെന്നുള്ളതായിരുന്നു. ആ സമരം അത് ഒരു മുന്നറിയിപ്പ് സമരം എന്നുള്ള നിലയ്ക്ക് നടന്നതാണ്. നാളെ മുതൽ റേഷൻ വിതരണം തുടങ്ങും. ജൂലൈ മാസത്തെ എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. റേഷൻ കടയിലെത്തി റേഷൻ വാങ്ങും.
എല്ലാ പ്രേക്ഷകർക്കും വീണ്ടും പൊതുജനം കഴുതിയ ലെസർ എന്ന പരിപാടിയിലേക്ക് സ്വാഗതം. പ്രേക്ഷകർ ഓർക്കുന്നുണ്ടാകും, നേരത്തെ ഒരു കേരളീയം നടന്നതും അതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളൊക്കെ ഉയർന്നു വന്നതും. വീണ്ടും കേരളീയം നടത്താൻ ഒരുങ്ങുകയാണ് സംസ്ഥാന സർക്കാർ. പരിപാടിയുടെ നടത്തിപ്പിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ സംഘാടക സമിതി യോഗം ചേർന്നു. ചെലവുകൾ സ്പോൺസർഷിപ്പിലൂടെ കണ്ടെത്താനാണ് ഇപ്പോൾ വകുപ്പുകൾക്ക് മുഖ്യമന്ത്രി നൽകിയിരിക്കുന്ന നിർദ്ദേശം. കേരളീയത്തിന് വീണ്ടും അരങ്ങുണരുമ്പോൾ കഴിഞ്ഞ വർഷത്തെ കുടിശ്ശിക പോലും നൽകിയില്ല എന്ന ആക്ഷേപവും ഉയരുന്നുണ്ട്. ആഗോളതലത്തിൽ കേരളത്തിന്റെ നേട്ടങ്ങളും വികസന മാതൃകകളും ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് കേരളപ്പിറവി ദിനത്തിൽ കേരളീയം ആഘോഷിച്ചു തുടങ്ങിയത്. രണ്ടാം പതിപ്പിനായി സർക്കാർ കോപ്പ് കൂട്ടുമ്പോഴും ഒന്നാം പതിപ്പിന്റെ ചില ആശങ്കകൾ ഇനിയും ബാക്കിയാണ്. കേരളീയത്തിന്റെ ആദ്യത്തെ പതിപ്പിന് കേരളത്തിന്റെ മഹോത്സവം എന്ന നിലക്ക് തന്നെയാണ് ജനങ്ങൾ കേരളീയം നെഞ്ചേറ്റിയത്. കേരളപ്പിറവി ദിനത്തോടനുബന്ധിച്ച് ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന പരിപാടിയായാണ് കേരളീയം വിഭാവനം ചെയ്തിരിക്കുന്നത്. 2023 നവംബർ 1 മുതൽ 7 വരെ തിരുവനന്തപുരത്ത് വിവിധ വേദികളിലായി കലാപരിപാടികൾ, ചർച്ചകൾ, സെമിനാറുകൾ, പ്രദർശനങ്ങളെല്ലാം നടന്നു. ടൂറിസം ഭൂപടത്തിൽ കേരളത്തെ അവതരിപ്പിച്ച് വിനോദസഞ്ചാര മേഖലയിൽ കൂടുതൽ ടൂറിസ്റ്റുകളെ ആകർഷിച്ച ആഭ്യന്തര വരുമാനം കൂട്ടുകയെന്നതായിരുന്നു ലക്ഷ്യം. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലും കേരളീയം നടത്തിയെടുത്തു. ക്ഷേമ പെൻഷനും സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതിയും മുടങ്ങിയിരുന്ന സമയത്താണ് പരിപാടി ആഘോഷമാക്കിയത്. കേരളീയം ധൂർത്താണെന്ന് പ്രതിപക്ഷം കടുത്ത ഭാഷയിൽ വിമർശനമുയർത്തി. പരിപാടിയിൽ നിന്ന് പൂർണ്ണമായും വിട്ടുനിന്നു. പദ്ധതി നടത്തിപ്പിലെ സുതാര്യമില്ലായ്മ സർക്കാരിനെതിരെയുള്ള ആയുധമാക്കി. കേരളീയത്തിന്റെ പേരിൽ ഈ അഡീഷണൽ കമ്മീഷണർ ESC ഇന്റലിജൻസിനെ കൊണ്ട് പണം പിരിപ്പിച്ചതിന് ഉത്തരം പറയാം. 2023 കേരളീയം പതിപ്പിൽ വിവാദങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി സർക്കാരിനെ പ്രതിസന്ധിയിലാക്കി. ഉദ്ഘാടന ചടങ്ങിലെ സ്ത്രീ പ്രാതിനിധ്യമായിരുന്നു ആദ്യ വിവാദം. പരിപാടിയിലെ മറ്റൊരു പരസ്യ വിമർശനം ആദിവാസികളെ മോശമായി ചിത്രീകരിച്ചുവെന്നായിരുന്നു. ഇതിനു പുറമെയാണ് കടക്കണിയിലും ധൂർത്തെന്ന ആരോപണം. ആരോപണങ്ങൾക്ക് കൃത്യമായി മറുപടി നൽകാൻ സർക്കാരിനായതുമില്ല. 27,14,00,000 രൂപയാണ് ഒരാഴ്ച നീണ്ടുനിന്ന ഒന്നാം പതിപ്പിനായി ധനവകുപ്പ് എസ്റ്റിമേറ്റ് തയ്യാറാക്കിയത്. ഇതുകൂടാതെ ഓരോ വകുപ്പും പ്രത്യേകം സ്പോൺസർമാരെ കണ്ടെത്താനും നിർദ്ദേശമുണ്ടായിരുന്നു. വകുപ്പുകൾ പണം കണ്ടെത്തിയെങ്കിലും എത്ര രൂപ ലഭിച്ചെന്നതിനെക്കുറിച്ച് സർക്കാരിന് ഇപ്പോഴും വ്യക്തതയില്ല. പലതവണ വിവരാവകാശ നിയമപ്രകാരം സ്പോൺസർഷിപ്പ് കണക്കുകൾ ചോദിച്ചിട്ടും ബന്ധപ്പെട്ട വകുപ്പുകൾ മറുപടി നൽകിയില്ല. ഏറ്റവും ഒടുവിൽ നിയമസഭയിലും ചോദ്യമുയർന്നെങ്കിലും പബ്ലിക് റിലേഷൻ വകുപ്പ് ചെലവഴിച്ച കണക്കുകൾ മാത്രമാണ് പുറത്തു വന്നത്. അതനുസരിച്ച് സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടന്ന കലാപരിപാടികൾക്ക് മാത്രം സംസ്ഥാന സർക്കാർ ചെലവാക്കിയത് 1,55,00,000 രൂപ. ഇതിനിടെയാണ് കേരളീയവുമായുള്ള സർക്കാരിന്റെ രണ്ടാം വരവ്. അനുകൂല കാലാവസ്ഥയും അവധിക്കാലവുമായതിനാൽ ഡിസംബർ മാസത്തിൽ നടത്താനാണ് ചീഫ് സെക്രട്ടറി തല ശുപാർശ. സംഘാടക സമിതി ശുപാർശ അംഗീകരിച്ചിട്ടുണ്ട്. കേരള രാജ്യാന്തര ചലച്ചിത്രോത്സവവും ഡിസംബർ മാസത്തിലാണ്. ചലച്ചിത്രോത്സവത്തിനോടൊപ്പം കേരളീയം നടത്തുന്നത് അനാവശ്യമെന്നാണ് ഉയരുന്ന ആക്ഷേപം. ധനവകുപ്പും PRDയും ചേർന്ന് പദ്ധതി തുക വിലയിരുത്തും. ഇത്തവണയും വകുപ്പുകൾ സ്പോൺസർമാരെ കണ്ടെത്തും. സ്പോൺസർഷിപ്പിലൂടെ ലഭിച്ച പണം PRD ഡയറക്ടറുടെ അക്കൗണ്ടിലേക്കാണ് പോയത്. അത് പൊതുഖജനാവിലേക്ക് വകമാറ്റിയിട്ടുമുണ്ട്. ക്ഷേമ പെൻഷനും സർക്കാരിന്റെ നിത്യച്ചെലവുകളടക്കം പ്രതിസന്ധിയിലായിരിക്കുന്ന സമയത്താണ് വീണ്ടും കേരളീയവുമായി എത്തുന്നത്. പൊതുഖജനാവിന്റെ കൂടി സ്ഥിതി പരിശോധിക്കുമ്പോൾ കേരളീയം എന്തിനാണെന്ന ചോദ്യം ഏറെ പ്രസക്തമാണ്. ഒന്നാം പതിപ്പിന്റെ പോലും കുടിശ്ശിക നൽകാത്ത സ്ഥിതിക്ക് രണ്ടാം പതിപ്പിലേക്ക് കടക്കുമ്പോൾ കേരളത്തെ ബ്രാൻഡ് ചെയ്യുക എന്ന പ്രഖ്യാപിത ലക്ഷ്യമാണോ സർക്കാരിനെന്ന് ആർക്കും തോന്നിപ്പോകും. ഹരികൃഷ്ണൻ, 24, തിരുവനന്തപുരം. പൊതുജനം കഴുതയല്ല സാർ. ആദ്യ കേരളീയം നടക്കുമ്പോൾ അതിൽ വലിയ ജനപങ്കാളിത്തം നമ്മൾ കണ്ടതാണ്. എന്താണ് രണ്ടാം പതിപ്പ് വരാൻ പോകുമ്പോൾ പൊതുജനങ്ങൾക്ക് പറയാനുള്ളത് എന്ന് കേൾക്കാം. ഒരു കാരണവശാലും കേരളീയം എന്ന് പറയുന്ന പരിപാടി നടത്താൻ പാടില്ല. സർക്കാരിന് ഇത്രയും ഖജനാവിൽ പണമില്ലാത്ത നിൽക്കുന്ന സമയത്ത് ധൂർത്താണ്. പെൻഷനൊക്കെ വളരെ മുടങ്ങി കിടക്കുകയാണ്. അത് വെച്ച് നോക്കുമ്പോൾ വലിയ പ്രവർത്തനങ്ങളൊന്നും ഇല്ലായിരിക്കുന്നതാണ് നല്ലത്. ഉറപ്പായിട്ട് 100% അത് ധൂർത്താണ്. കാര്യം വെച്ച് കഴിഞ്ഞാൽ പാവപ്പെട്ടവർക്കൊന്നും ഒരുപാട് നമ്മളെ പോലെ ജോലി ചെയ്യുന്നവർക്ക് പെൻഷനും കാര്യങ്ങളൊന്നും കിട്ടില്ല. സത്യമാണ്, അത് ആവശ്യമുള്ള കാര്യം തന്നെയാണ്. ഖജനാവിൽ പണമില്ല, അതുകൊണ്ടാണ് ഞങ്ങൾ അത് ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ കേരളീയം നടത്തിയപ്പോഴത്തേക്ക് ഒരു ഗുണവും ഉണ്ടായതായിട്ട് ഞാൻ അറിയുന്നില്ല. ഗവൺമെൻറ് അത് ചെയ്യുമ്പോൾ നമുക്കൊന്നും പറയാനൊക്കത്തില്ല. ഗവൺമെൻറ് എന്ത് ചെയ്താലും ശരിയാണ്, നമ്മളത് സഹിച്ചേ പറ്റൂ. ആശ പറയുന്നുണ്ട്, ഇതുമായി ബന്ധപ്പെട്ട് കേരളീയം പരിപാടി ചെയ്യുന്നതിലും ഭേദം പാവങ്ങൾക്ക് കൊടുക്കാനുള്ളത് കൊടുത്തുകൂടെ?
എന്നാണ് ചോദ്യമായി ഉയരുന്നത്. ശ്രീരാജ് കാലിക്കറ്റ് പറയുന്നു, കേരളീയം സ്പോൺസറാണ് ചെലവെടുക്കുന്നതെങ്കിൽ പിന്നെ ഈ കാശ് ഉപയോഗിച്ച് വേറെ എന്തെങ്കിലും ചെയ്തുകൂടെ എന്നാണ്. മിനി ബാബു പറയുന്നത്, പൊതുജനത്തെ കഴുതിയാക്കിക്കൊണ്ട് കേരളീയം എന്തിന്? അങ്ങനെ ചോദ്യങ്ങൾ ഉയരുന്നുണ്ടതുമായി ബന്ധപ്പെട്ട് അടുത്തൊരു റിപ്പോർട്ടിലേക്ക് കൂടി. മലപ്പുറം നിലമ്പൂരിൽ നഗരവികസനം ഇഴയുന്നു. 3 മാസം കൊണ്ട് പണി പൂർത്തീകരിക്കുമെന്ന ഉറപ്പ് പാഴ്വാക്കായി. കഴിഞ്ഞ ഒക്ടോബറിൽ തുടങ്ങിയ നിലമ്പൂർ ടൗണിലെ CNG റോഡിന്റെ വികസനം 9 മാസമായിട്ടും പൂർത്തീകരിച്ചിട്ടില്ല. ബദൽ റോഡുകൾ ഇല്ലാത്തത് നഗരത്തിൽ സൃഷ്ടിക്കുന്നത് വൻ ഗതാഗത കുരുക്കാണ്. ദിവസവും 10,000 യാത്ര ചെയ്യുന്ന നിലമ്പൂർ നഗരമാണ് ഗതാഗത കുരുക്കിൽ വീർപ്പുമുട്ടുന്നത്. 3 മാസം കൊണ്ട് ശരിയാക്കി തരാമെന്ന് പറഞ്ഞ റോഡാണ് 9 മാസം കഴിഞ്ഞിട്ടും ശരിയാക്കാതെ ഗതാഗത കുരുക്കിൽ പൊറുതിമുട്ടുന്നത്. അന്തർ സംസ്ഥാന പാതയായ CNG റോഡിലേക്ക് വാഹനങ്ങൾ നിരനിരയായി എത്തുന്നതോടെ ഗതാഗതക്കുരുക്ക് മുറുകുകയാണ്. രാവിലെ തുടങ്ങുന്ന ഗതാഗതക്കുരുക്കിന് ഉച്ച സമയത്ത് മാത്രമാണ് അല്പം കുറവുണ്ടാവുക. നിലമ്പൂർ ബൈപ്പാസ് നിർമ്മാണം എങ്ങും എത്താത്തതും ബദൽ റോഡുകൾ ഇല്ലാത്തതുമാണ് ഗതാഗതക്കുരുക്ക് അനുദിനം വർദ്ധിക്കാൻ കാരണം. വെളിയംതോട് മുതൽ നിലമ്പൂർ ടൗൺ വരെയുള്ള 2 കിലോമീറ്റർ പിന്നിടാൻ അരമണിക്കൂറിലേറെയാണ് പലപ്പോഴും വാഹനങ്ങൾ എടുക്കുന്ന സമയം. സ്വകാര്യ ബസ്സുകൾക്ക് സമയക്രമം പാലിക്കാൻ കഴിയാത്തതും വലിയ പ്രതിസന്ധിയാണ്. ഗൂഡല്ലൂർ മുതലുള്ള ആളുകൾ ആശുപത്രി ആവശ്യങ്ങൾക്കായി ആശ്രയിക്കുന്നതും ഈ റോഡിനെയാണ്. CNG റോഡിലെ ഗതാഗത കുരുക്ക് മൂലം നിലമ്പൂരും പരിസര പ്രദേശത്തുമുള്ള മനുഷ്യരുടെ ജനജീവിതം വലിയ രൂപത്തിൽ ദുസ്സഹമായിട്ടുണ്ട്. ഒരു മലയോര പ്രദേശം എന്നുള്ള നിലക്ക് ഈ നാട്ടിലുള്ള മുഴുവൻ ആളുകളും ആശ്രയിക്കുന്ന ഒരു ഗതാഗത മാർഗമാണ് ഈ റോഡ്. ഈ റോഡിന്റെ പണി തുടങ്ങിയിട്ട് ഏകദേശം 2 മാസത്തിൽ കൂടുതലായി. 6 മാസം കൊണ്ട് പൂർത്തിയാക്കും എന്ന് പറഞ്ഞ് അധികാരികൾ തുടങ്ങിയ ഈ റോഡിന്റെ പണിയുടെ ഓവ് പാലത്തിന്റെ പണി പോലും കൃത്യമായിട്ട് പൂർത്തിയായിട്ടില്ല. അശാസ്ത്രീയമായിട്ടുള്ള ഈ നിർമ്മാണ പ്രവൃത്തി കാരണം എന്നും മണിക്കൂറുകളോളം ഈ റോഡ് ബ്ലോക്കാണ്. ആയിരക്കണക്കിന് ആളുകൾ ചികിത്സ തേടി പ്രതിദിനം എത്തുന്ന ജില്ലാ ആശുപത്രിയിലേക്കുള്ള ഏക റോഡാണിത് എന്ന പ്രത്യേകതയുമുണ്ട്. മിക്ക ദിവസങ്ങളിലും ആംബുലൻസുകളും ഗതാഗതക്കുരുക്കിൽ അകപ്പെടാറുണ്ട്. 3 മാസം കൊണ്ട് പണി പൂർത്തീകരിക്കുമെന്നായിരുന്നു വാഗ്ദാനം. എന്നാൽ 9 മാസമായിട്ടും ഇനിയും പണി പൂർത്തീകരിച്ചിട്ടില്ല. ചില കെട്ടിട ഉടമകൾ വികസന പ്രവർത്തികൾക്ക് സ്ഥലം വിട്ടു നൽകാത്തതും പൊതുമരാമത്ത് ശ്രമം നടത്താത്തതുമാണ് യാത്രാ ദുരിതം വർദ്ധിക്കാൻ കാരണം. മഴക്കാലം കൂടി ആയതിനാൽ വലിയ രീതിയിലുള്ള പ്രതിസന്ധിയാണ് പൊതുജനങ്ങൾ അനുഭവിക്കുന്നത്. അതിനാൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ എത്രയും വേഗം പൂർത്തിയാക്കി ഗതാഗതക്കുരുക്കിന് ശാശ്വത പരിഹാരം കാണണം എന്നുള്ളതാണ് പൊതുജനങ്ങളുടെ ആവശ്യം. മലപ്പുറത്ത് നിന്നും ഷഹദ് റഹ്മാൻ, 24. പൊതുജനം കഴുതയല്ല സാർ. ഇപ്പോൾ ഗൂഡല്ലൂർ മുതലുള്ള ആളുകൾ ആശുപത്രി ആവശ്യങ്ങൾക്കായി എത്തുന്ന റോഡിനാണ് ഈ ദുരവസ്ഥ. എത്രയും വേഗം നവീകരണം പൂർത്തിയാക്കണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം. വളരെ 5 മിനിറ്റ് കൊണ്ട് ടൗണ് കഴിഞ്ഞു പോകേണ്ട വാഹനങ്ങൾ ഏകദേശം അരമണിക്കൂർ മുതൽ 3/4 മണിക്കൂർ 1 മണിക്കൂറിന് മേലെ ഈ ഗതാഗത കുരുക്കിൽ പെട്ട് കിടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എന്താ വെച്ചാൽ ഈ ലൈൻ ബസ്സുകളും ടിപ്പറുകളും അതായത് സമയം പാലിക്കേണ്ട ഇവര് ഈ ലൈൻ ബസ്സുകളാണ് ഇതിൽ ഏറ്റവും അപകടകരമായിട്ടുള്ള കാര്യങ്ങൾ വരുന്നത്. ഈ റോഡ് പണി നീണ്ടു പോകുന്നതുകൊണ്ട് റോഡിന്റെ സൈഡ് അരിയിലൊക്കെ വീതി കൂടിയെങ്കിൽ പോലും ബ്ലോക്ക് കൂടി വരികയാണ്. നമ്മൾ ഗൂഡല്ലൂരിൽ നിന്നൊക്കെ ഗൂഡല്ലൂർ മുതൽ ഇങ്ങോട്ടുള്ളൊക്കെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പോകുന്ന രോഗികളൊക്കെ ഇവിടെ പോകുന്നത് ചന്തക്കുന്ന് നമ്മുടെ ജ്യോതിപ്പടി വരെ 2 കിലോമീറ്റർ ദൂരം അരമണിക്കൂറൊക്കെയാണ് വൈകുന്നേരങ്ങളിൽ ബ്ലോക്കായിട്ട് വരുന്നത്. ഇത് തികച്ചും അശാസ്ത്രീയമായിട്ടുള്ള വർക്ക് കാരണമാണ് ഇത്തരത്തിലുള്ള ഒരു വലിയ ഒരു ഗതാഗത കുരുക്ക് മാസങ്ങളോളമായിട്ട് നിലമ്പൂരിൽ തുടർന്നുകൊണ്ടേയിരിക്കുന്നത്. രൂക്ഷമായ ഗതാഗത കുരുക്ക് ജനങ്ങളെ, കച്ചവടക്കാരൊക്കെ വളരെ പ്രതിസന്ധിയിലാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നമ്മുടെ ടൗൺ നവീകരണം വേഗത്തിലാക്കാനും ഗതാഗത കുരുക്കിൽ നിന്ന് ജനങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം കാണാൻ ഉദ്യോഗസ്ഥ തലത്തിലും ഭരണതലത്തിലും നല്ല ഇടപെടലുകൾ നടത്തി ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ ഈ ടൗൺ നവീകരണം നടക്കണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. 1-2 പ്രേക്ഷക പ്രതികരണങ്ങളിലേക്ക് കൂടി വളരെ വേഗം. സുലൈമാൻ അബ്ദുൽ ഖാദർ പറയുന്നത്, തൃശൂർ പാലക്കാട് ദേശീയപാതയിൽ മംഗലം പാലത്തിലേക്ക് പ്രവേശിക്കുന്ന ഭാഗത്ത് സിഗ്നൽ സംവിധാനവും വെളിച്ചവും ഇല്ലാത്തതുകൊണ്ട് അപകടങ്ങൾ നിത്യസംഭവമാണ്. അത് നിഖിൽ പ്രമേഷിനോട് പറഞ്ഞ് വാർത്ത കൊടുക്കണമെന്നാണ് പറയുന്നത്. നിഖിൽ പ്രമേഷ് നമ്മൾ അറിയിക്കും. അത് നമ്മൾ ആ വിവരം അല്പസമയത്തിനകം തന്നെ കൈമാറുന്നതാണ്. ദീപുരാജ് പറയുന്നത്, തിരുവനന്തപുരം ജില്ലയിലെ വിതുര ഗ്രാമപഞ്ചായത്തിൽ ആദിവാസിയാണ് ഞാൻ. ആദിവാസി ഫണ്ടുകൾ പര്യാപ്തമല്ല അവിടുത്തെ വികസന പ്രവർത്തനങ്ങൾക്കെന്ന കാര്യമാണ് ദീപു ചൂണ്ടിക്കാണിക്കുന്നത്. അതും അധികൃതരുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ നമ്മൾ ശ്രദ്ധിക്കും വിഷയം. പെൻഷൻ കൊടുക്കാതെ എന്തിനാണ് കേരളീയം ധൂർത്ത് എന്ന് നേരത്തെ നമ്മൾ നൽകിയ വാർത്തയുമായി ബന്ധപ്പെട്ട് വർഗീസ് PVയുടെ ഒക്കെ
വിമർശനങ്ങളും ഇപ്പോൾ വരുന്നുണ്ട്. ഇന്ത്യ റഷ്യ ഉച്ചകോടിയിൽ റഷ്യ യുക്രൈൻ യുദ്ധം പരാമർശിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സമാധാനമാണ് പോംവഴിയെന്ന യുക്രൈൻ അധിനിവേശം തുടരുന്ന റഷ്യയോട് പ്രധാനമന്ത്രി പറഞ്ഞു. റഷ്യയുടെ പരമോന്നത ബഹുമതി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഏറ്റുവാങ്ങി. ഇന്ത്യയെ അടുത്ത സുഹൃത്തായി കണ്ട റഷ്യയ്ക്ക് പ്രധാനമന്ത്രി നന്ദി പറഞ്ഞു. മോസ്കോയിൽ ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്തു. റഷ്യൻ സൈന്യത്തിലേക്ക് അനധികൃതമായി റിക്രൂട്ട് ചെയ്യപ്പെട്ട ഇന്ത്യക്കാരെ വിട്ടയക്കുമെന്ന പുടിന്റെ ഉറപ്പ് ഇന്ത്യക്ക് നയതന്ത്ര നേട്ടമായി. ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ റഷ്യൻ സന്ദർശനം നിരാശാജനകമെന്നാണ് യുക്രൈൻ പ്രസിഡന്റ് വൊളോദിമർ സെലൻസ്കിയുടെ പ്രതികരണം. ഇപ്പോൾ മോസ്കോയിൽ നിന്ന് ശ്രീ രതീഷ് നായർ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. തത്സമയം അദ്ദേഹം ഓണററി കോൺസുൽ ഓഫ് റഷ്യയാണ്. ശ്രീ രതീഷ് നായർ, അല്പസമയം മുൻപ് ഒരു സംയുക്ത പ്രസ്താവന, അതിന്റെ ഭാഗമായി തന്നെ പ്രധാനമന്ത്രിയുടെ ഭാഗത്ത് നമ്മൾ ആ പ്രസംഗം, അതിന്റെ ചില പരാമർശങ്ങളൊക്കെ കേട്ടിരുന്നു. എങ്ങനെയാണ് ഈ സന്ദർശനത്തെ കാണേണ്ടത്? എന്തൊക്കെ മേഖലകളിലെ നേട്ടം അവകാശപ്പെടാൻ കഴിയും സന്ദർശനത്തിലൂടെ ശ്രീ രതീഷ് നായർ? ആദ്യമേ പറയട്ടെ, ഞാൻ മോസ്കോയിലല്ല, ഞാൻ നീഷ്നി നവഗർദ് എന്ന സിറ്റിയിലാണ് ഉള്ളത്. ബ്രിക്സ് സമിറ്റിന്റെ ഭാഗമായിട്ട് പല കോൺഫറൻസുകൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് ഈ ബൈലാറ്ററൽ സമ്മിറ്റ്, ഇൻഡോ റഷ്യൻ സമ്മിറ്റിന്റെ വിജയം എന്നുള്ളത് എനിക്ക് ഇവിടെ കൂടിയിരിക്കുന്ന ബ്രിക്സ് രാജ്യങ്ങളുടെ പ്രതിനിധികളുടെ അഭിപ്രായങ്ങളിൽ തന്നെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. വളരെയധികം പോസിറ്റീവായിട്ടുള്ള ഒരു സന്ദർശനമാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടേത്. പ്രത്യേകിച്ച് മുമ്പ് 16 പ്രാവശ്യത്തോളം ശ്രീ നരേന്ദ്രമോദിജിയും റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിനും തമ്മിൽ കണ്ടിട്ടുണ്ടെങ്കിലും ഈ സന്ദർശനത്തിന്, ഈ സഭ്യന് വളരെയധികം വലിയ പ്രാധാന്യമാണുള്ളതെന്ന് എല്ലാവർക്കും അറിയാം. കാരണം പ്രത്യേകിച്ച് 2022 റഷ്യയുടെ സ്പെഷ്യൽ മിലിറ്ററി ഓപ്പറേഷൻ തുടങ്ങിയതിനു ശേഷം ഈ നേതാക്കളും കാണുകയാണ്. അപ്പോൾ അത് തന്നെ ഒരു വലിയ കാര്യമാണ്. പ്രത്യേകിച്ച് അമേരിക്കയും അല്ലെങ്കിൽ പല വെസ്റ്റേൺ രാജ്യങ്ങൾക്കും ഈ സന്ദർശനം വളരെയധികം ഇഷ്ടപ്പെട്ടില്ല എന്ന് നമുക്കെല്ലാം അറിയാം. ഇന്ത്യയും റഷ്യയും ഹിസ്റ്റോറിക്കലി തന്നെ വളരെ നല്ല സുഹൃത്തുക്കളാണ്. അത് പല മേഖലകളിലും തുടരുന്ന ബന്ധമാണ്. അത് വീണ്ടും ദൃഢമാകുന്നു എന്നതിന്റെ തെളിവാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ഈ സന്ദർശനം എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും. പ്രത്യേകിച്ച് ഇന്നലെ പുടിൻ തന്റെ റഷ്യൻ പ്രസിഡന്റ് ശ്രീ വ്ളാദിമിർ പുടിൻ അദ്ദേഹത്തിന്റെ ദാച്ചയിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് നൽകിയ ഒരു അനൌദ്യോഗിക വിരുന്നും അവരുടെ ബോഡി ലാംഗ്വേജും പ്രത്യേകിച്ച് മൈ ഡിയർ ഫ്രണ്ട് എന്ന് പരസ്പരം അഭിസംബോധന ചെയ്തതും ഇതെല്ലാം തന്നെ ഇന്ന് ഇവിടെ ഈ നീഷ്ണൽ നഗറിൽ വന്ന ബ്രിക്സ് കോൺഫറൻസ് വന്ന അംഗങ്ങളിൽ പോലും ചർച്ചയായതാണ്. കാരണം ഇപ്പോഴും ഇന്ത്യയും റഷ്യയും സൗഹൃദ ബന്ധം കൂടുതൽ എല്ലാ വർഷവും കൂടുതൽ ദൃഢമായിക്കൊണ്ടിരിക്കുന്നു. അത് പുതിയ മേഖലകളിലേക്ക് വളർന്നുകൊണ്ടിരിക്കുന്നു എന്ന തെളിവായിട്ടാണ് ഈ സന്ദർശനത്തെ കാണുന്നത്. ഇപ്പോൾ ഈ യുക്രൈൻ അധിനിവേശം, റഷ്യയുടെ യുക്രൈൻ അധിനിവേശം നടക്കുന്ന ഒരു സമയത്ത് കൂടിയാണ് പ്രധാനമന്ത്രി അവിടെ എത്തുന്നത്. അദ്ദേഹം അതുമായി ബന്ധപ്പെട്ടൊരു നിലപാട് വ്യക്തമാക്കിയ തരത്തിൽ കൂടി ഇപ്പോൾ റിപ്പോർട്ടുകൾ വരുന്നുണ്ടല്ലോ. സമാധാനമാണ് ഏക പോംവഴി എന്നുള്ള തരത്തിൽ, മാൻകൈൻഡിന് അതാണ് ആവശ്യം എന്നുള്ള തരത്തിലൊക്കെ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് നിലപാട് പ്രഖ്യാപനമുണ്ടായി എന്ന് കൂടി ഇപ്പോൾ റിപ്പോർട്ടുകൾ വരുന്നുണ്ടല്ലോ. ശ്രീ രതീഷ് നായർ, നമ്മുടെ G20 ജോയിന്റ് ഡിക്ലറേഷനിൽ പോലും വാർ അഗെയിൻസ്റ്റ് യുക്രൈൻ എന്ന വാക്ക് ഇന്ത്യ ഉപയോഗിച്ചിട്ടില്ല. വാർ ഇൻ യുക്രൈൻ എന്നുള്ള വാക്കാണിത് ഉപയോഗിച്ചത്. വാർ അഗെയിൻസ്റ്റ് എന്നുള്ളത് ഇപ്പൊ ഈ അധിനിവേശം എന്ന് പറഞ്ഞ താങ്കൾ പറഞ്ഞ ഈ വാക്കിനോട് എല്ലാവരും യോജിക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഒരു സ്പെഷ്യൽ മിലിറ്ററി ഓപ്പറേഷൻ എന്ന് റഷ്യൻ ഗവൺമെന്റ് എന്ന് പറയുന്നത്. യുദ്ധമല്ല സമാധാനമാണ് നല്ലതെന്നുള്ളത് ഇന്ത്യൻ പ്രധാനമന്ത്രി മുമ്പും പറഞ്ഞിട്ടുള്ളതാണ്. അദ്ദേഹത്തിന്റെ ഈ സ്ഥാനിനെ റഷ്യൻ ഗവൺമെന്റും അംഗീകരിക്കുന്നുണ്ട്. ഒരു ലോകത്തെ എല്ലായിടത്തും സമാധാനം വേണമെന്ന് തന്നെയാണ് എല്ലാവരുടെയും ആഗ്രഹം. പക്ഷേ സ്പെഷ്യൽ മിലിറ്ററി ഓപ്പറേഷൻ തുടങ്ങേണ്ട സാഹചര്യം അത് റഷ്യൻ ഗവൺമെന്റ് നേരത്തെ മുന്നോട്ട് വച്ചിട്ടുണ്ട്. ഇപ്പോ സ്വിറ്റ്സർലൻഡിൽ നടന്ന പീസ് സമ്മിറ്റ്, റഷ്യയെ ക്ഷണിക്കാതെ ചില രാജ്യങ്ങൾ ചേർന്ന് നടത്തിയ പീസ് സമ്മിറ്റിൽ ഇന്ത്യ ഗവൺമെന്റ് നിലപാട് നമുക്കെല്ലാം അറിയാവുന്നതാണ്. അപ്പോൾ അതായത് ജോയിന്റ് ഡിക്ലറേഷനിൽ ഇന്ത്യ ഗവൺമെന്റ് ഒപ്പുവെച്ചിട്ടില്ല. കാരണം റഷ്യ ഇല്ലാത്ത ഒരു പീസ് സമ്മിറ്റിനെ കുറിച്ച് ചിന്തിച്ചിട്ട് കാര്യമില്ലല്ലോ. പക്ഷേ ഇന്ത്യ പ്രധാനമന്ത്രിയുടെ ഈ തന്റെ എല്ലാ രാജ്യങ്ങളും അപ്രിഷിയേറ്റ് ചെയ്യുന്നതാണ്. അത് ഒരു സ്ഥലത്തും അത് ഡൺബാസിൽ 14 വർഷത്തോളം നടന്ന കാര്യമായാലും മറ്റു സ്ഥലങ്ങളിലായാലും ശരി, യുദ്ധമല്ല സമാധാനം തന്നെയാണ് വേണ്ടതെന്നുള്ളത് എല്ലാ അംഗീകരിക്കുന്നത് തന്നെയാണ്. അത് എപ്പോഴും ഇന്ത്യ ഗവൺമെന്റിന്റെ സ്റ്റാൻഡ് തന്നെയാണ്. എല്ലാ രാജ്യങ്ങളും അത് അപ്രിഷിയേറ്റ് ചെയ്യുന്നുമുണ്ട്. നന്ദി ശ്രീ രജീഷ് നായർ. പ്രതികരണം അറിയിച്ചത് അദ്ദേഹം റഷ്യയിൽ നിന്നാണ് ഇപ്പോൾ കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകിയത്. നമ്മൾ അടുത്ത ഒരു റിപ്പോർട്ടിലേക്ക് കൂടി പോകുന്നു. സംസ്കാര ചടങ്ങുകൾക്ക് ഒരു പൊതുശ്മശാനം ഇല്ലാത്തതിന്റെ ദുരിതം അനുഭവിക്കുകയാണ് ചെങ്ങന്നൂർ ചെറിയനാട്ടുകാർ. സംസ്കാര ചടങ്ങുകൾ നടത്തിയിരുന്ന ചെറിയനാട് വാതക ശ്മശാനം പ്ലാസ്റ്റിക് മാലിന്യങ്ങളുടെ സംഭരണ കേന്ദ്രമായി ഇപ്പോൾ മാറിയിട്ടുണ്ട്. ഹരിത കർമ്മസേനയുടെ പ്ലാസ്റ്റിക് മാലിന്യ സംഭരണ കേന്ദ്രമാണ് ഇപ്പോൾ ചെറിയനാട്ടെ പഴയ ശ്മശാനം. സംസ്കാര ചടങ്ങുകൾ നടത്താൻ പൊതുശ്മശാനം ഇല്ലാതെ വലയുകയാണ് ഇവിടുത്തുകാർ.
2005 ലക്ഷങ്ങൾ ചെലവഴിച്ച് നിർമ്മിച്ച വാതക ശ്മശാനം ഇടയ്ക്കിടെ പ്രവർത്തനരഹിതമായതോടെയാണ് അടച്ചത്. ചെറിയനാട് പഞ്ചായത്ത് ആവശ്യമായ നടപടികൾ സ്വീകരിക്കാത്തതിനാൽ ഇപ്പോൾ മരണം നടന്നാൽ മൃതദേഹം ദൂരെ തിരുവല്ലയിലോ മാവേലിക്കരയിലോ കൊണ്ടുപോയി സംസ്കരിക്കേണ്ട ഗതികേടാണ്. നിർമ്മാണത്തിലുണ്ടായ സാങ്കേതികമായ പിഴവുകളാണ് വാതക ശ്മശാനത്തെ പ്രതികൂലമായി ബാധിച്ചത്. ശ്മശാനത്തിലെ ബർണറിൻ്റെയും മറ്റും പോരായ്മകൾ പരിഹരിച്ച് 2018 വീണ്ടും പ്രവർത്തിച്ചത്. 13 വർഷം പ്രവർത്തിക്കാതെ കിടന്നു. കോവിഡ് കാലത്ത് നിരവധി മൃതദേഹങ്ങൾ ഇവിടെ എത്തിച്ച് സംസ്കരിച്ചു. അതിനുശേഷം വീണ്ടും അടച്ചുപൂട്ടി. സ്ഥലപരിമിതിയുള്ള വീടുകളിലെ ശവസംസ്കാര ചടങ്ങുകൾ പോലും ഇവിടെ നടത്താൻ പറ്റാത്ത അവസ്ഥയിൽ മറ്റ് സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകേണ്ട അവസ്ഥയാണ് 2018 ശേഷം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ കെടുകാര്യസ്ഥത മാറി മാറി ചെറിയനാട് പഞ്ചായത്ത് ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ ലക്ഷങ്ങൾ കൈയിട്ട് വരുന്നതിന് വേണ്ടി നിർമ്മാണ പ്രവൃത്തികൾക്കായി ബില്ല് മാറിയെടുക്കുന്നെങ്കിലും അതിൻ്റെതായ യാതൊരു പ്രവൃത്തികളും ഈ ശ്മശാനത്തിൽ ഇന്നുവരെയും കാണുവാൻ കഴിഞ്ഞിട്ടുള്ളതല്ല. കൃത്യമായ അറ്റകുറ്റപ്പണി നടത്തി ശ്മശാനം പ്രവർത്തിപ്പിച്ചാൽ മാലിന്യ നിക്ഷേപവും മറ്റും ഒഴിവാക്കുകയും ഭൂമിയില്ലാത്തവർക്ക് മൃതദേഹം അടക്കം ചെയ്യാൻ സാധിക്കുകയും ചെയ്യും. നിലവിൽ കെട്ടിടം ജീർണാവസ്ഥയിലാണ്. ഇവിടെ ഇപ്പോൾ നടക്കുന്ന സംഭവമാണ് ഈ വേസ്റ്റ് ഇവിടെ കുന്നുപോലെ കൂട്ടിയിട്ട് ഇത് അപ്പുറത്ത് അവരുടെ സ്ഥലം വേറെ എടുത്തിട്ടുണ്ട്, അവിടെ കൊണ്ടിടുക. ഈ പഞ്ചായത്തിൻ്റെ ഏത് രീതിയിലും അതിനെ ശേതോദയം ചെയ്യുന്ന രീതിയിലുള്ള പ്രവർത്തനമല്ലാതെ ഒരു കാരണവശാലും ഒരു വികസനത്തിൻ്റെയും ഒരു കാര്യങ്ങളും ഇവിടെ നടത്തിയിട്ടില്ല. ഇവിടെ മാസത്തിൽ 12 ദിവസവും മാലിന്യ ശേഖരം ഇനംതിരിക്കുന്ന ഹരിതകർമ്മ സേന അംഗങ്ങൾ ഇഴജന്തുക്കളുടെ ആക്രമണം ഭയന്നാണ് ജോലി ചെയ്യുന്നത്. ഇതിനൊപ്പമാണ് ഇറച്ചി മാലിന്യം അടക്കം സാമൂഹ്യ വിരുദ്ധർ പരിസരത്ത് തള്ളുന്നത്. ഇത് കാരണം ദുർഗന്ധം രൂക്ഷമാണ്. കാൽനട യാത്ര പോലും സാധിക്കാത്ത വിധമാണ് ദുർഗന്ധം വമിക്കുന്നത്. ഭൂമിയില്ലാത്തവർക്ക് മൃതദേഹം സംസ്കരിക്കാൻ ഒരിടം എന്നത് അവകാശമാണ്. എന്നാൽ അതിനു വേണ്ടി പണിത ഒരു അത്യാധുനിക കെട്ടിടം ഇവിടെ മാലിന്യം സംഭരിക്കുന്ന കേന്ദ്രമാക്കി മാറ്റി. നിർമ്മാണത്തിലെ പിഴവും ആ പിഴവ് പരിഹരിക്കാത്തത് മൂലം എത്രയെത്ര കെട്ടിടങ്ങളാണ് നമ്മുടെ നാട്ടിൽ ഇങ്ങനെ വെറുതെ കിടക്കുന്നത് എന്ന ചോദ്യമാണ് ഉയരുന്നത്. മനീഷ് മഹിപാൽ, 24 ആലപ്പുഴ. പൊതുജനം കഴുതയല്ല സാർ. ഇപ്പോൾ രതീഷ് ഒരു കാര്യം പറയുന്നുണ്ട്. പാലക്കാട് ജില്ലയിൽ മണ്ണാർക്കാട് കരിമ്പിയിൽ നിന്ന് മീൻവല്ലം വെള്ളച്ചാട്ടം റോഡ് തകർന്നിട്ട് വർഷങ്ങളായി എന്നാണ് പറയുന്നത്. അതുമായി ബന്ധപ്പെട്ട ഒരു നടപടിയുമില്ല എന്നാണ് അദ്ദേഹം ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. നടപടി ഉണ്ടാകണം എന്നുള്ള രീതിയിലാണ് അദ്ദേഹം ആ കമന്റ് ചെയ്തിരിക്കുന്നത് യൂട്യൂബിൽ. എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി പൊതുജനം കഴുതയല്ല സാർ എന്ന പരിപാടിയിലേക്ക് സ്വാഗതം. നമ്മളിനി പരിശോധിക്കുന്നത് കുറ്റകൃത്യങ്ങളുടെ വാർത്താലോകമാണ്. കേസ് ഡയറി. ആവേശം മോഡൽ പാർട്ടി സംഘടിപ്പിക്കാൻ ശ്രമിച്ച ഒരുപറ്റം യുവാക്കളെ കഴിഞ്ഞ ദിവസം തൃശൂരിൽ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഗുണ്ടാ നേതാവ് തീക്കാറ്റ് സാജന്റെ പിറന്നാൾ ആഘോഷത്തിന്റെ ഭാഗമായിട്ടായിരുന്നു പാർട്ടി. എന്നാൽ പാർട്ടി പൊളിഞ്ഞതോടെ തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിലേക്ക് വിളിച്ച് ഭീഷണി മുഴക്കി. സാജനെതിരെ 3 കേസുകൾ രജിസ്റ്റർ ചെയ്ത പോലീസ് സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളും പൂട്ടിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ഇപ്പോൾ ആരാണ് തീക്കാറ്റ് സാജൻ എന്ന് നോക്കാം. ഗുണ്ടാ സിനിമകൾ കണ്ടും ഗുണ്ടാ കഥകൾ കേട്ടും ഒരു 15 വയസ്സുകാരൻ ഗുണ്ടയാകാൻ ഇറങ്ങിത്തിരിക്കുന്നു. ചെറിയ ചെറിയ മോഷണങ്ങൾ, അടിപിടി, കത്തിക്കുത്ത്. ഒടുവിൽ അവനു തന്നെ പേരു നൽകി, തീക്കാറ്റ് സാജൻ. വടിവാളും കത്തിയുമായി ഗുണ്ടയാകാൻ ഇറങ്ങിത്തിരിച്ച സാജൻ ഇരുമ്പഴിക്കുള്ളിലാകുന്നത് ചേർപ്പിൽ ബസ് കണ്ടക്ടറെ കുത്തിവീഴ്ത്തിയതോടെയാണ്. ജയിലിലേക്ക് പോകുന്നതും മടങ്ങി വരുന്നതുമായുള്ള ദൃശ്യങ്ങൾ പകർത്തി ചെറു വീഡിയോകളായി സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചു. അങ്ങനെ ഒരു താരപരിവേഷം സ്വയം സൃഷ്ടിച്ചെടുക്കാൻ ശ്രമിച്ചു. ഡി കമ്പനി മാതൃകയിൽ ഒരു ഗുണ്ടാ ഗ്യാങ് ആയിരുന്നു സ്വപ്നം. ഒടുവിൽ SJ കമ്പനി എന്ന പേരിൽ ഒരു ഗുണ്ടാ ഗ്യാങ് തുടങ്ങി. ചെറിയ ചെറിയ വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച കുട്ടികൾ മുതൽ യുവാക്കൾ വരെയുള്ളവരെ അനുയായികളാക്കി. അങ്ങനെ സ്വയം സോഷ്യൽ മീഡിയയിലൂടെ ഒരു ഗുണ്ടാ നേതാവായി അവതരിക്കപ്പെട്ടു സാജൻ. 2 കൊലപാതക ശ്രമമടക്കം 14 കേസുകളിൽ പ്രതിയാണ് ഈ കൗമാരക്കാരൻ. മറ്റു ഗുണ്ടകളിൽ നിന്ന് സാജനെ വ്യത്യസ്തനാക്കുന്നത് സ്വഭാവം തന്നെയാണ്. മദ്യമുൾപ്പെടെ ഒരു ലഹരിയും ഉപയോഗിക്കില്ല. പക്ഷേ ഇരയെ അടുത്തു കിട്ടിയാൽ ഞൊടിയിടയിൽ ആക്രമിക്കുന്നതാണ് സാജന്റെ രീതിയെന്ന് പോലീസ് വിലയിരുത്തുന്നു.
ആവേശം സിനിമ പുറത്തു വരുന്നതിന് മുൻപ് തന്നെ ആവേശം മോഡൽ ഗുണ്ടാപ്രവർത്തനം തുടങ്ങിയയാളാണ് സാജൻ. അങ്ങനെയിരിക്കെയാണ് കഴിഞ്ഞ ദിവസം തെക്കേ ഗോപുരനടയിൽ പിറന്നാളാഘോഷം സംഘടിപ്പിക്കാൻ ശ്രമിച്ചതും പോലീസ് അതിന് തടയിട്ടതും. പിന്നാലെ സാക്ഷാൽ കമ്മീഷണർ ഓഫീസ് തന്നെ ബോംബിട്ട് തകർക്കുമെന്ന സാജന്റെ ഭീഷണി. ഭീഷണി സന്ദേശത്തിൽ 3 കേസുകൾ രജിസ്റ്റർ ചെയ്ത പോലീസ് സാജനെ അറസ്റ്റ് ചെയ്ത് ആ തീ കെടുത്താനുള്ള തയ്യാറെടുപ്പിലാണ്. ക്യാമറാമാൻ ബിനേഷ് ബാബുരാജിനൊപ്പം സൂരജ് സജി, 24. അപ്പോൾ ആരാണ് തീക്കാറ്റെന്ന് മനസ്സിലായി കാണുമല്ലോ. ഇതിൽ രസകരമായ ഒരു 1-2 കമന്റുകൾ വരുന്നുണ്ട്. എൻ ഉണ്ണികൃഷ്ണൻ നായർ, അദ്ദേഹം ഈ കേരളീയവുമായി ബന്ധപ്പെട്ട് ഉയർന്ന വിമർശനങ്ങൾക്കൊക്കെ ഒരുപാട് കമന്റുകൾ വിമർശന രൂപത്തിൽ വന്നിരുന്നു. അതിനൊക്കെ മറുപടി പറയുകയാണ്. കേരളത്തിന് സർക്കാർ ഫണ്ട് കൊടുക്കുന്നില്ല, സ്പോൺസർമാരെ കണ്ടെത്തി നടത്താനാണ് സർക്കാർ നൽകിയിരിക്കുന്ന നിർദ്ദേശമെന്നാണ്. ലേഖ ജയൻ്റെ ഒരു പ്രതികരണം ഉണ്ടായിരുന്നു. ഹരിതകർമ്മസേനക്കാരുണ്ടെങ്കിലും ഞങ്ങളുടെ സിറ്റിയിൽ എത്രമാത്രം പ്ലാസ്റ്റിക്കാണ് കിടക്കുന്നത് എന്നായിരുന്നു കമന്റ്. അതിന് ഇദ്ദേഹം തന്നെ ഒരു മറുപടിയും പറയുന്നുണ്ട്. ആവശ്യത്തിലധികം പ്ലാസ്റ്റിക് കൊണ്ടിട്ടിട്ട് ഹരിതകർമ്മസേനയെ തേടി നടക്കുന്നു എന്നാണ് അദ്ദേഹം അതിനും പറയുന്ന ഒരു മറുപടി. അങ്ങനെ ഒട്ടേറെ വിഷയങ്ങളിലെ പ്രതികരണങ്ങൾ എപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി നമുക്ക് ചുറ്റും പ്രകാശമാകുന്ന, പ്രചോദനമാകുന്ന, കൗതുകമുണ്ടാക്കുന്ന വാർത്തകളൊക്കെ ഉണ്ട്. അത്തരമൊരു വാർത്തയിലേക്കാണ് ബി പോസിറ്റീവ്. ശാരീരികമായ പരിമിതികൾ ഒരാളുടെ കഴിവുകളുടെ മാറ്റി കുറയ്ക്കുന്നതേയില്ല. ജിസ്മയെ പരിചയപ്പെട്ടാൽ അത് ഒരിക്കൽ കൂടി ഉറപ്പിച്ച് പറയാൻ കഴിയും. പാലക്കാട് മണ്ണാർക്കാട് തച്ചമ്പാറ ദേശബന്ധു സ്കൂളിലെ ജിസ്മയ്ക്ക് ജനനത്തിൽ ഒരു കൈ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഫുട്ബോൾ മൈതാനത്ത് അവൾ തീർക്കുന്നത് ഇന്ദ്രജാലമാണ്. ജന്മന ഒറ്റ കൈയുമായി ജനിച്ചവൾ. കാൽപന്തിനോടുള്ള പ്രേമം കലശലായപ്പോൾ മറ്റെല്ലാം അവൾ മറന്നു. മറ്റു കുട്ടികളെക്കാൾ ആവേശത്തിൽ മൈതാനം മനസ്സിന്റെ കൈപ്പിടിയിലാക്കി. ഇന്ന് തച്ചമ്പാറ ദേശബന്ധു ഹയർ സെക്കൻഡറി സ്കൂളിന്റെ അഭിമാനമാണ് 14-കാരി ജിസ്മ മാത്യൂസ് കറിയ. ഇൻക്ലൂസീവ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ എന്നൊരു പ്രമേയമുണ്ട്, ഒരു ആശയമുണ്ട്. അതിനെ പ്രാവർത്തികമാക്കിയിട്ടില്ല ഇതുവരെ ആരും. സോഫാർ നോ വൺ ഡിഡ്. അതുകൊണ്ട് അത് ഫോർ ദ ഫസ്റ്റ് ടൈം ഒരു ഹിസ്റ്റോറിക്കൽ മൂവ്മെൻ്റ് ആയിരുന്നു. ദേശബന്ധു സ്കൂളിൻ്റെ ഒരു വലിയൊരു ചരിത്രപരമായ ഒരു നേട്ടമായിട്ട് തന്നെ കാണുന്നു. സുബ്രതോ മുഖർജി അണ്ടർ-17 ഫുട്ബോൾ ടൂർണമെന്റിൽ പൊതുവിഭാഗത്തിൽ പന്ത് തട്ടിയതോടെ ജിസ്മയുടെ ആത്മവിശ്വാസം ഇരട്ടിയായി. ഇനിയും എത്തിപ്പിടിക്കാൻ സ്വപ്നങ്ങളേറെ എന്ന് പറയും ജിസ്മ. സ്പോർട്സ് ഇഷ്ടമായിരുന്നു. അപ്പോൾ ഞാൻ അങ്ങനെ വന്ന് സാറിൻ്റെ അടുത്ത് പറഞ്ഞു, അങ്ങനെ വന്നതാണ്. കുട്ടിക്കാലം മുതലേ സ്പോർട്സ് ചെയ്യുമായിരുന്നു. റണ്ണിങ്ങും ബാഡ്മിൻ്റനൊക്കെ ചെയ്തിട്ടുണ്ട്. ഫുട്ബോൾ ഒരു പ്രാവശ്യം കളിച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഇങ്ങനെ ഇവിടെ വന്ന് സാറെടുത്തു. സ്കൂളിലെ കായിക അധ്യാപകൻ അർജുനാണ് ജിസ്മയെ ആദ്യമായി കളത്തിലിറക്കിയത്. ജിസ്മയുടെ കരുത്തിൽ അധ്യാപകർക്കും സ്വപ്നങ്ങളേറെയാണ്. എനിക്ക് ഇവിടെ പാരാലിമ്പിക്സിൽ അത്ലറ്റിക്സിൽ ഇവൾക്ക് നല്ലൊരു പാരാലിമ്പിക്സിൽ ഇവർക്ക് നല്ലൊരു സ്കോപ്പ് ഉണ്ട്. ഇവിടെ ഏതെങ്കിലും ഒരു ഈവൻറ്റ്, അത്ലറ്റിക് ഇവൻറ്റ് പഠിപ്പിച്ചെടുത്തിട്ട് ഇന്ത്യനെ റെപ്രസെൻ്റ് ചെയ്യിക്കണം എന്നാണ് എൻ്റെ ഒരു അടുത്ത സ്റ്റെപ്പ്, മൈ നെക്സ്റ്റ് പ്ലാൻ. കൂടെ എൻ്റെ സ്കൂളിൻ്റെ സപ്പോർട്ടുണ്ട്, എൻ്റെ മാനേജ്മെൻറ്റിൻ്റെ സപ്പോർട്ടുണ്ട്. പിന്നെ ഇവളുടെ കൂടെ നിൽക്കുന്നവരൊക്കെ ഇവരെ എല്ലാവരും ചേർത്ത് പിടിക്കുന്നവർ. അവളെ അങ്ങനെ ഒരു കുറവുള്ളതായിട്ട് ഇവളെ വീട്ടിൽ തന്നെ കണ്ടിട്ടില്ല. പിന്നെ കൂടെ നിൽക്കുന്നവർക്കും അതുപോലെ തന്നെയാണ്, ഇവരെ കൂടെ ഉള്ളവരായിട്ട് സപ്പോർട്ട് ചെയ്യുന്നു. ഫുട്ബോളിനൊപ്പം ബാസ്കറ്റ്ബോളും പരിശീലിക്കുന്ന ജിസ്മയ്ക്ക് കായിക രംഗത്ത് തന്നെ തുടരാനാണ് ആഗ്രഹം. പരിമിതികളിൽ അഭിരമിച്ച് അതിൽ പരാതി പറഞ്ഞിരിക്കുന്നവർക്കൊരു അപവാദമാണ് ജിസ്മ. അവരുടെ മുന്നിൽ ഒരുപാട് സ്വപ്നങ്ങളുണ്ട്. ആ സ്വപ്നങ്ങളിലേക്കൊക്കെ എത്തിപ്പിടിക്കാൻ അവൾക്ക് കഴിയട്ടെ. രാജീവ് സുദേവിനൊപ്പം മണ്ണാർക്കാട് നിന്ന് നിഖിൽ പ്രമേഷ്, 24. ആ യാത്ര ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്ന് നമ്മൾ ആശംസിക്കുകയാണ്. ഇപ്പോൾ അജീഷ് ജയകുമാർ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സംസ്ഥാനത്ത് 4 പനിമരണം കൂടി. 13,511 പേർ പനി ബാധിച്ച് പുതുതായി ചികിത്സ തേടിയിരിക്കുന്നു. 99 പേർക്ക് ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചു എന്നാണ് അജീഷ് ജയകുമാർ ഒപ്പം അലക്സ് റാം മുഹമ്മദും റിപ്പോർട്ട് ചെയ്യുന്നത് തിരുവനന്തപുരത്ത് നിന്ന്.